ഞങ്ങളെ നോക്കൂ, ഒരിക്കൽ എന്തായിരുന്നോ അതിന്റെ ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ. ഞങ്ങൾ ശക്തരായിരുന്നു, ഞങ്ങൾ അഭിമാനികളായിരുന്നു, ഞങ്ങൾ അവന്റെ നാമത്താൽ വിളിക്കപ്പെട്ടു. പക്ഷേ ഞങ്ങൾ അവനെ നിരസിച്ചു. ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന് പുറം തിരിഞ്ഞു, അവന്റെ സത്യത്തിന്റെ വെളിച്ചത്തിനു പകരം ഇരുട്ടിന്റെ വഴികൾ തിരഞ്ഞെടുത്തു. ഞങ്ങൾ മത്സരത്തിൽ നടന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കി, പ്രവാചകന്മാരുടെ ശബ്ദം നിശബ്ദമാക്കി. ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ പശ്ചാത്തപിച്ചില്ല. ഇപ്പോൾ ഞങ്ങൾ വെറും ഉണങ്ങിയ അസ്ഥികളാണ്, മാംസം ഉരിഞ്ഞു, ശക്തി നഷ്ടപ്പെട്ടു, ന്യായവിധിയുടെ താഴ്വരയിൽ ജീർണിക്കാൻ അവശേഷിക്കുന്നു. ഞങ്ങൾ അവനെ ശപിച്ചു, ഞങ്ങൾ അവന്റെ നാമത്തെ പരിഹസിച്ചു. ഇപ്പോൾ ഒരു ജനത അവരുടെ ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് സാക്ഷ്യമായി ഞങ്ങൾ നിൽക്കുന്നു. നമ്മുടെ നഗരങ്ങൾ വീണു, നമ്മുടെ ദേശം പിടിച്ചെടുത്തു, കാറ്റിലെ പൊടി പോലെ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ ചിതറിപ്പോയി. എന്നാൽ ഇപ്പോഴും അവന്റെ വാഗ്ദാനം പരാജയപ്പെടുന്നില്ല. നമ്മൾ നശിച്ചുപോയെങ്കിലും കർത്താവിന്റെ ഉടമ്പടി നിലനിൽക്കുന്നു. ഇസ്രായേൽ മറക്കപ്പെടില്ലെന്ന് അവൻ നമ്മുടെ പിതാവായ യാക്കോബിനോട് സത്യം ചെയ്തു. അബ്രഹാമിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയാകുമെന്നും അവന്റെ വചനം വെറുതെയാകില്ലെന്നും അവൻ വാഗ്ദാനം ചെയ്തു. ഈ അസ്ഥികൾക്ക് വീണ്ടും ജീവിക്കാൻ കഴിയുമോ? മരിച്ചുപോയ നമ്മൾ വീണ്ടും ഉയിർത്തെഴുന്നേൽക്കുമോ? അതെ. കാരണം കർത്താവ് വിശ്വസ്തനാണ്. ആരുമില്ലാത്തിടത്ത് അവൻ ജീവൻ ശ്വസിക്കുന്നു. അവൻ തന്റെ ജനത്തെ വിളിക്കുന്നു, നമ്മൾ നിൽക്കും. മാംസം നമ്മെ മൂടും, ശ്വാസം നമ്മിൽ പ്രവേശിക്കും. അവൻ മാത്രമാണ് കർത്താവെന്ന് നമുക്ക് മനസ്സിലാകും. ഇസ്രായേൽ പുനഃസ്ഥാപിക്കപ്പെടും. ദേശം വീണ്ടും പൂക്കും. ദൈവത്തിന്റെ ജനം മടങ്ങിവരും, കാരണം അവന്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. ഉണങ്ങിയ അസ്ഥികളെ, കർത്താവിന്റെ വചനം കേൾക്കൂ. നിൽക്കൂ, എഴുന്നേൽക്കൂ, വീണ്ടും ജീവിക്കൂ. അവൻ സംസാരിച്ചിരിക്കുന്നു. അവന്റെ വചനം ശാശ്വതമാണ്.